ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ കുറച്ച് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കലോത്സവത്തിനെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു 3-4 വീഡിയോ ഞാൻ ഓൾറെഡി കലോത്സവത്തിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ പറയുന്നത് നമ്മൾ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, ജഡ്ജ് എങ്ങനെ ചെയ്യും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് MG യൂണിവേഴ്സിറ്റി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തീരും, ഇന്ന് അവസാനമാണ്. അപ്പോഴേക്കും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ആ വീഡിയോ ചെയ്യുന്നത്. MG യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഒരിക്കലും ജഡ്ജ്മെൻറ്റിനെതിരായിട്ടുള്ള വീഡിയോ അല്ല. എൻ്റെ ഐറ്റം, അതായത് ഞാൻ പഠിപ്പിച്ചത് ഇന്ത്യൻ ഫോക്ക് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പ്. അതിന് നേരിട്ട കുറച്ച് പ്രശ്നങ്ങളാണ്. ഒരിക്കലും അതിൻ്റെ റിസൾട്ടിനെ ഞാനിതിൽ ഇതാക്കുന്നില്ല. ജഡ്ജസിന് തോന്നിയ നല്ല റിസൾട്ട് തന്നെയാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് സംഘാടകരെ പറ്റിയിട്ടാണ്. ഈ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം വേറൊന്നുമല്ല, കുറച്ച് ഇനി ഇതിപ്പം കാണുന്നവരോ അല്ലെങ്കിൽ ഇനി മത്സരം നടത്തുന്നവരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഏകദേശം 6 മണിക്ക് പ്രോഗ്രാം ഡിസൈഡ് ചെയ്തിട്ട് കുട്ടികൾ സ്റ്റേജിൽ കളിക്കുന്ന 10 മണിക്കാണ്. അതിന് കുറേ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്, കുട്ടികളുടെ വയ്യായികയുടെ കാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളിലാണ് ഏകദേശം 10 മണിയോടുകൂടിയാണ് നമ്മുടെ ഈ ഐറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് MGയിൽ പഠിപ്പിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിതുവരെ MGയിൽ എടുത്തിട്ടില്ല. അപ്പം ഈ ക്രൈറ്റീരിയ ഫോളോ അപ്പ് ചെയ്ത സമയത്ത് നമ്മൾ ഇങ്ങനെ നോക്കും, നമ്മളെ ടൈം സെറ്റിങ്സ് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നോക്കും. അപ്പോൾ അതിൽ നോർമലി നമ്മുടെ ഇന്ത്യൻ ഫോക്ക് ആയിരിക്കണം, പിന്നെ കോസ്റ്റ്യൂംസ്, റിതംസ്, സെറ്റ്സ്, കൊറിയോഗ്രാഫി, പിന്നെ എല്ലാം ഓവറോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇതിനെ മാർക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അവർ മാനുവലിൽ നോക്കിയപ്പം ഞാൻ കണ്ടത്. അല്ലാതെ 5 മിനിറ്റാണ് സ്റ്റേജിന് സെറ്റിങ്സ് എന്ന് അവരതിൽ കൊടുത്തിട്ടില്ല. പ്രോഗ്രാമിൻ്റെ അന്ന് മോർണിംഗ് ആണ് ഈ നമ്മുടെ ടീം സംഘാടകർ, അതായത് പ്രോഗ്രാം നടത്തുന്നവർ പറയുന്നത് ഇന്ത്യൻ ഫോക്കിൻ്റെ ഗ്രൂപ്പിന് 5 മിനിറ്റ് മാത്രമേ സ്റ്റേജ് സെറ്റിങ്സിന് സമയമുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇവർ കൊടുത്തിരിക്കുന്ന റൂൾസിൽ സെറ്റ്സ് എന്നും പറഞ്ഞിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ട്. സ്റ്റെപ്സ് അല്ല, സെറ്റ്സ്. സെറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റത്തിന് വിഷ്വലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ് അറേഞ്ച്മെന്റ്സ്, അതാണ് സെറ്റ്. അപ്പം നമ്മളിത് കാണുമ്പം അതിനും ജഡ്ജസിൻ്റെ ഇത് നോക്കിയിട്ടൊക്കെയാണ് മാർക്ക് ഇടുന്നത് കാണുമ്പോൾ നമ്മളെടുത്ത ഐറ്റത്തിന് കണക്റ്റഡ് ആയിട്ടുള്ള സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, നമ്മളത് കൊണ്ടുവന്നു. നമ്മളിത് സ്റ്റേജിലേക്ക് ചെയ്യാൻ നോക്കുമ്പം അപ്പം എനിക്കിത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് മുന്നേ നടക്കുന്ന, അതായത് നമ്മുടെ കോഡ് നമ്പറിന് മുന്നേ കളിക്കുന്ന ഓരോ കോഡ് നമ്പർ സ്റ്റേജിൽ കളിക്കുമ്പോൾ ഞാൻ സ്റ്റേജിൻ്റെ പുറകിൽ നിന്നിട്ട് എങ്ങനെയാണ് ഇവർ ഈ പ്രോപ്പർട്ടീസ് ഹാൻഡിൽ ചെയ്യുന്നത്, സ്റ്റേജ് സംഘാടകർ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 6 ടീമിൻ്റെയോളം ഞാൻ നോക്കി. പക്ഷേ ഈ 6 ടീമിൻ്റെ നോക്കിയപ്പോഴും അവിടെ അവർ കയറുന്നു. പിന്നെ ലൈവും കൂടിയാണ് കേട്ടോ. ചില ടീംസൊക്കെ അവിടെ പാടിയിട്ടാണ് ചെയ്തത്, അതായത് ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ്, ലൈവ് സോങ്, എന്താ പറയുക, പക്കമേളം, ലൈവായിട്ടാണ് കുറച്ച് ടീം ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ അതും ക്ലാരിഫൈ ചെയ്തു. നമുക്ക് ലൈവ് ഇല്ലായിരുന്നു. അത് നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ലൈവ് നമ്മൾ എടുത്തില്ല. കാരണം ആ ലൈവ് പാടുന്നിടത്തൊക്കെ നമുക്ക് പ്രോപ്പർട്ടീസ് അറേഞ്ച് ചെയ്യാനുണ്ട്. പക്ഷേ ഇതിന് ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ യൂണിയനിലുള്ള, അതായത് MG കലോത്സവം നടത്തുന്ന യൂണിയനിലെ ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിരുന്നു, ലൈവ് കമ്പൽസറി ആണോ, നമുക്ക് ലൈവ് വേണോ, അതോ റെക്കോർഡിംഗ് ആക്കിയാൽ മതിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ലൈവ് അങ്ങനെയൊന്നുമില്ല, പാട്ടുണ്ടായാൽ മതി, അതിപ്പോൾ CD ആണെങ്കിലും കുഴപ്പമില്ല, ലൈവ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ചോയ്സ് എന്നാണ് പറഞ്ഞത്. അതൊരിക്കലും മാർക്കിൻ്റെ ക്രൈറ്റീരിയ വരുമ്പം അതൊരിക്കലും ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങളത് മാനുവൽ നോക്കിയപ്പോഴും ലൈവ് കമ്പൽസറി എന്നുള്ളതില്ല, CD, USB അങ്ങനെയൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ലൈവ് ക്യാൻസൽ ചെയ്തു. അപ്പം പ്രോപ്പർട്ടിയൊക്കെ വെക്കാനുള്ള സ്പേസ് എല്ലാം കിട്ടുന്നെല്ലാം വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഐറ്റം പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ കൊറിയോഗ്രാഫി ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഞാനപ്പോൾ ഇതിൻ്റെ ഈ മാനുവൽ, അതായത് അവരെ നമ്മളെ ക്രൈറ്റീരിയ ഫോളോ അപ്പ് ചെയ്യുന്ന ആ ഒരു ലിസ്റ്റൊക്കെ ഞാനിതിൽ ഇപ്പം അപ്ലോഡ് ചെയ്യാം, കണ്ടോളൂ നിങ്ങൾ. അപ്പം ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റേജിൽ വരുമ്പം 5 മിനിറ്റ് സമയമെന്ന് അറിഞ്ഞാൽ നമ്മളിത് ഓൾറെഡി അവർ മുന്നേ നമ്മൾ ആ മാനുവൽ പ്രകാരം 5 മിനിറ്റ് സ്റ്റേജ് സെറ്റിങ്സ്, അങ്ങനെ ടോട്ടൽ 15 മിനിറ്റ് ആണ് ഗ്രൂപ്പിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിനുള്ള സാധനങ്ങൾ മാത്രമേ പ്ലാൻ ചെയ്തിട്ട് വരുള്ളൂ. ഇതൊന്നുമില്ല. അവിടെ ചെന്നിട്ട് പറയുമ്പോൾ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഈ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ സ്റ്റേജിൽ നല്ല വലിപ്പമുണ്ട്. അപ്പം നമ്മളെന്താ വിചാരിക്കും, നോക്കി ഇതെല്ലാം അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് നമ്മൾ ആ ഒരു കോൺഫിഡൻസിൽ നിന്നു. സ്റ്റേജിൽ കയറിയപ്പോൾ ഉണ്ടായതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റേജിൽ ഞങ്ങൾ കയറി ഓരോ പ്രോപ്പർട്ടി അറേഞ്ച് ചെയ്യുമ്പോഴും അവർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് 1 മിനിറ്റ് കഴിഞ്ഞു, 2 മിനിറ്റ് കഴിഞ്ഞു, 3 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമ്മളവിടെ പറയുന്നുണ്ട്, ഇത് മാനുവലിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്ന് സമാധാനപ്പെടും. ഇങ്ങനെ പറയുമ്പം കുട്ടികൾ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആവും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വെക്കുന്നവർക്ക് അത് കറക്റ്റായിട്ട് വെക്കാൻ പറ്റുമോ? കാരണം ആ തിരക്കിൽ എങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവെക്കാൻ പറ്റും? ഇതെല്ലാം കഴിഞ്ഞിട്ട് ലൈവ് പാടാനിരിക്കുന്നവരുടെ മൈക്ക്, അവരുടെ വയറൊക്കെ
ഒക്കെ ഒരു സൈഡിൽ നിരത്തിയിട്ടിരിക്കുകയായിരുന്നു. അത് മാറ്റി തരുമെന്ന് വെച്ചപ്പോഴേക്കും ഈ സ്റ്റേജ് സംഘാട അന്ന്, അതായത് 21-ാം തീയതി സ്റ്റേജിലുണ്ടായിരുന്ന കുറച്ച് പേർ നല്ലവരും ഉണ്ടായിരുന്നു, ഇല്ലാന്നില്ല. അവർ ഇടപെടാൻ ശ്രമിച്ചപ്പോഴേക്കും വേറൊരു ടീം പറയാണ്, ഇവർ കൊണ്ടുവന്ന ഒരു സാധനത്തിലേക്ക് നിങ്ങൾ ആരും തുടരുത്, ഇത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവർ ചെയ്തോട്ടെ എന്ന്. ഓക്കെ, ഞങ്ങൾ ചെയ്തോളാം, പക്ഷെ ഒരു സ്റ്റേജ് ഫുള്ള് തരിക എന്നുള്ള ഉത്തരവാദിത്തം അവർക്ക് ഉണ്ടായിരുന്നില്ലേ? ആ മൈക്കെല്ലാം വെച്ചിട്ട് അതിൻ്റെ പൊക്കത്താണ് നമ്മൾ പ്രോപ്പർട്ടി വെച്ചിരുന്നത്, വയറും കാര്യങ്ങളെല്ലാം ക്ലാഷ്. അതുകൊണ്ട് എന്താ, ഒരു സൈഡിൽ, അതായത് ഒരു പ്രശ്നമില്ലാത്ത മൈക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സൈഡിലെ പ്രോപ്പർട്ടീസ് ക്ലിയർ ആയിരുന്നു. ഇപ്പുറത്തോട്ട് വന്നപ്പം ഈ ലൈവിൻ്റെ സാധനങ്ങളെല്ലാം കയറി കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് പ്രോപ്പർട്ടി അവിടെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് കല്ലൊക്കെ വെച്ചൊന്ന് ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതും ക്ലിയർ ആക്കായിരുന്നു. അതിനും പറ്റിയില്ല. കാരണം പറഞ്ഞത് ലാസ്റ്റ്, അതായത് ഞാനാണ് അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് പ്രോപ്പർട്ടിയിൽ. അപ്പം അവിടെ നിന്ന് ഒരാൾ പറഞ്ഞത് കറക്റ്റ് 5 മിനിറ്റ് ഇയാൾ ഇവിടുന്ന് പോയാലും ഇല്ലേലും കട്ടം പൊന്തിച്ചോളാൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾ എങ്ങനെ, എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടോ കുട്ടികൾക്ക്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇത്രയും കഷ്ടപ്പെട്ട് വരുന്ന മക്കൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് കിട്ടും ഇങ്ങനെ ഒരു ബിഹേവ് ചെയ്യുമ്പോൾ? ഈ സ്റ്റേജിൽ നിൽക്കുന്നവർ കുട്ടികൾക്ക് സമാധാനം, ഇത് മാർക്കിടാൻ ജഡ്ജസ് മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഇല്ലേ? അവർക്ക് കൊടുക്കേണ്ട നല്ലൊരു ഐറ്റത്തിന് കുട്ടികളെ പോസിറ്റീവ് ഫീലോട് കൂടിയാണോ സ്റ്റേജിൽ നിർത്തേണ്ടത്, നെഗറ്റീവ് ഫീലോട് കൂടിയാണോ കുട്ടികളെ സ്റ്റേജിൽ നിർത്തേണ്ടത്? ഇതിനൊക്കെ ആരും ഉത്തരം തരിക? നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇതാണോ അവിടെ നിന്ന് കിട്ടേണ്ട ഒരു നീതി? സമയമേ ലേറ്റായി, 1:30 എന്താണ് നമ്മുടെ കുട്ടികൾ കളിക്കുന്നത് പുലർച്ചെ. അപ്പോൾ അവർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യേണ്ടത്. അത് കളിച്ച് നിലത്ത് വീഴുന്ന കുട്ടികളെ എടുത്തിട്ട് കാണിക്കുന്ന ആ ഒരു പ്രോത്സാഹനം എന്തുകൊണ്ട് കുട്ടികൾ കളിക്കാൻ നിൽക്കുമ്പോൾ ഇവർ കൊടുക്കുന്നില്ല? ഇപ്പം ഞാൻ എം ജിയിൽ ആദ്യമായിട്ടാണ്. കേരളയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, കാലിക്കറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു തിരക്ക് കൂട്ടൽ ഉണ്ടെങ്കിൽ കൂടെ അതൊരു മര്യാദപരമായിരുന്നു. കാരണം ആരെയും ടെൻഷനാക്കാതെ ഒന്ന് സ്പീഡാക്കുമോ, അങ്ങനത്തെ ഒരു രീതിക്കായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് ചലഞ്ച് ചെയ്യുന്ന പോലെയായിരുന്നു നമ്മളെ. എന്നാൽ ഇവരാ മൈക്ക് സെറ്റിങ്സ് എല്ലാം അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരാണ് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ എല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു ഏരിയയിൽ, അതായത് ആ ഒരു സൈഡിൽ എല്ലാം ക്ലിയർ ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അത് അവർ ചെയ്തു തന്നില്ല. നമ്മൾ ഇങ്ങനെ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ആരോട് കംപ്ലൈൻറ്റ് ചെയ്യണം? അവിടുത്തെ യൂണിയനിൽ ഏതോ ഒരാളോട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കും, നിങ്ങൾ അപ്പീൽ കൊടുക്കും. ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, എന്ത് അപ്പീൽ കൊടുത്തിട്ട് ആരപ്പീൽ കൊടുത്തിട്ട് ഈ പുറകെ നടന്ന ഇത്രയും അവിടെ നടന്ന പ്രശ്നം മുമ്പിലിരിക്കുന്ന ജഡ്ജസ് അറിയുന്നുണ്ടോ? ജഡ്ജസിൻ്റെ ഉത്തരവാദിത്തം എന്താ? കർട്ടൻ പൊന്തിച്ചു കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൽ എന്ത് കാണുന്നോ അതിനെ വിലയിരുത്തി റിസൾട്ട് ഇടുക എന്നുള്ളതാണ്. അപ്പം കർട്ടൻ പൊന്തുന്നതിന് മുന്നേ കുട്ടികളെ കോൺഫിഡൻസ് കളയാണോ ചെയ്യേണ്ടത്, അതോ കുട്ടികൾക്ക് വേണ്ട പോസിറ്റീവ് ഫീൽ കൊടുത്തിട്ട് അവരെ റെഡിയാക്കി നിർത്തുകയാണോ വേണ്ടത്? ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ അന്ന് അവിടെ നടന്ന സംഘാടകർ തരണം. അതായത് 21-ാം തീയതി ഈ 1.5 ഹാഫ് സ്റ്റേജ് സംഘാടകർ തരണം. അതിൽ നല്ല ആൾക്കാരുണ്ട്, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ നല്ല ആൾക്കാരെ കൂടെ, അത് ഞാൻ പഠിപ്പിച്ചത് ഒരു വുമൻസ് കോളേജ് കൂടിയാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു വുമൻസ് കോളേജിൽ നിന്ന് ഈ 1:30-1:45 സമയത്ത് ഒരു പാർട്ടിസിപ്പേഷൻ സ്റ്റേജ് കയറുമ്പം ആരുണ്ടാവും അവർക്ക് സപ്പോർട്ടിന്? എന്നാലും ആ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള സാധനങ്ങൾ സ്റ്റേജിലേക്ക് സെറ്റ് ചെയ്യുമ്പം എടുത്തടി നമുക്ക് വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ സംഘാടകരെന്ന് പറയുന്ന അവിടെ നിൽക്കുന്നവർ, ഇപ്പോൾ കോളേജുകാരായിക്കോട്ടെ, യൂണിയൻ ആയിക്കോട്ടെ, ഈസ് വാട്ട് എവർ എന്തായിക്കോട്ടെ, അവർ ചെയ്യേണ്ട മര്യാദ അന്ന് അതായിരുന്നു. എത്ര മാസത്തെ പ്രാക്ടീസാണ് കുട്ടികളത്? ഇപ്പം നമ്മളത് മാത്രമായിരിക്കില്ല, ഇങ്ങനെ അവിടെ എത്ര പേര് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് പറ. ഇത്രയും കഷ്ടപ്പെട്ട് ഈ കുട്ടികൾ ഒറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള കോളേജസുകൾ ഇറങ്ങുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കലോത്സവം നടത്താനുള്ള ഒരു ഓപ്ഷനും ആ സ്റ്റേജിൽ നിൽക്കാനുള്ള ഒരു ഓപ്ഷനും കിട്ടുന്നത്. അങ്ങനെ ഒരു കോളേജ് ഇറങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ പാർട്ടിസിപ്പൻസ് ഇവർ വരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ടീം അല്ലെങ്കിൽ ഒരു കോളേജ് എല്ലാം വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം സപ്പോർട്ടും നിങ്ങളതാണ്. അത് നിങ്ങൾ ചെയ്തിട്ടില്ല. അതെനിക്കന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് നമ്മൾ കോസ്റ്റ്യൂം കൊണ്ട് അങ്ങോട്ട് കയറാൻ നോക്കിയപ്പം കോസ്റ്റ്യൂം കൊണ്ടുവന്ന വണ്ടി പോലും അവർ ആ കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ സമ്മതിച്ചില്ല. നമ്മൾ ആർഗ്യൂ ചെയ്തിട്ടാണ് അവസാനം അന്ന പൊക്കോളൂ എന്ന് പറഞ്ഞത് അവർ. അതിന് വരെ അവിടുത്തെ, എന്നാൽ അവരുടെ വണ്ടികൾ 100 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു, അതിന് കുഴപ്പമില്ല. അത് നമ്മളെ മത്സരത്തിൻ്റെ സാധനത്തിനെന്ന് ആലോചിക്കുക. ഇങ്ങനെയൊക്കെയാണോ കലോത്സവം നടത്തണ്ടേ? സത്യം പറയട്ടെ, MG കലോത്സവം എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം പാർട്ടിക്കാരാണോ എന്താണോ അന്ന് ആ 21-ാം തീയതി സ്റ്റേജിൽ നിന്ന ആൾക്കാർ, അതിൽ ചിലവര് ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്ത് ശല്യം ചെയ്ത്, എന്നാൽ പിന്നെ അവരുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം. എന്നാൽ പിന്നെ അവർ ഈ പറയുന്ന പോലെ 5 മിനിറ്റേ ഉള്ളൂ സ്റ്റേജ് സെറ്റിങ്സിന് സമയം എന്നുള്ളതൊക്കെ അവർ ക്രൈറ്റീരിയയിൽ കൊടുക്കണം. ഇതൊന്നും കൊടുക്കാതെ ആ സമയത്ത് പറയുമ്പം, എന്നിട്ടും 5 മിനിറ്റിനുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കും ഇവരാണ് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 1 മിനിറ്റ് കഴിഞ്ഞു, 1.5 മിനിറ്റ് കഴിഞ്ഞു, 2 മിനിറ്റ് കഴിഞ്ഞു, 3 മിനിറ്റായി, ഇത് 4 മിനിറ്റിലേക്ക് പോകുന്നു. പക്ഷെ ഞാൻ ഇതുപോലെ മറ്റുള്ള കോളേജസ് കളിക്കുമ്പോൾ ഞാനിത് ഒബ്സർവ് ചെയ്തിരുന്നു, പുറകെ നിന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെയുള്ള സ്റ്റേജിന്റെ പുറകെ നിന്നുള്ള കൗണ്ടടി. അപ്പം ഇവർ ഇത്രയും സാധനങ്ങൾ കണ്ടപ്പം ഇവരിത് 5 മിനിറ്റിനുള്ളിൽ ചെയ്തിട്ട് ഇവരെങ്ങനെ പോകും എന്ന് കാണിക്കാനുള്ള ചലഞ്ചായിരുന്നു അത്. നമ്മളെ കുട്ടികൾ ഇതിൽ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്?
അപ്പൊ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ കലോത്സവം നടത്തുന്ന കല കാണാനും കല ആഗ്രഹിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും ആണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു ഒരു വെന്യൂവിൽ ഒരു പെർഫോമൻസ് ചെയ്യാൻ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് അവരുടെ സമയത്തിന് അവർ ക്ലിയർ ആവുന്ന സമയത്തേക്ക് പെർഫോം ചെയ്തിട്ട് അവർക്ക് ബെസ്റ്റ് കാണിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ അറേഞ്ച് ചെയ്യും. അത് മാർക്കിടാനാണ് മുമ്പിലിരിക്കുന്ന ആൾക്കാർ ഇരിക്കുന്നത്. അല്ലാതെ ഈ ടെൻഷൻ അടിച്ചിട്ട് എന്താ പറയാ ഒരു ഇതും ഇല്ലാതെ നിൽക്കുന്ന കുട്ടികളുടെ കാണാനല്ല. എന്നിട്ട് വേറൊരു കോമഡിയും കൂടിയുണ്ട്. പ്രോപ്പർട്ടി നമ്മളത് ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മുടെ പ്രോപ്പർട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പം കൊണ്ടുവെക്കുന്ന സ്പോട്ടിൽ നിന്ന് താഴത്തേക്ക് വീണു. കാരണം വേറൊന്നുമല്ല, താഴത്തേക്ക് വീഴാണ്ടായിരുന്ന സാഹചര്യം അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പ് ഉള്ള സമയം നമുക്ക് അവർ തന്നില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് ഇത് നമ്മൾ അവരോട് പറഞ്ഞപ്പം സംഘാടകർ പറഞ്ഞൊരു ഉത്തരാണ്, നിങ്ങൾ ചാടിക്കളിച്ചത് കൊണ്ട് സ്റ്റേജ് കുലുങ്ങിയപ്പം പ്രോപ്പർട്ടി വീണു. അത് അവരുടെ തെറ്റല്ലാണ്. ഡാൻസ് തുള്ളിക്കളിക്കാനും ചാടിക്കളിക്കാനും ഉള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജ് കെട്ടേണ്ടത് ഞങ്ങളായിരുന്നോ അതോ നിങ്ങളാണോ? ഇനിയിപ്പോ ഞങ്ങൾ മത്സരിക്കാൻ വരുമ്പോൾ സ്റ്റേജും കൂടെ കൊണ്ടുവരണോ ഞങ്ങൾക്ക് പറ്റുന്നേ? അത് നിങ്ങൾ പറ. ഇങ്ങനെയാണോ ആൻസർ ചെയ്യേണ്ടിയിരുന്നത്? പ്രോപ്പർട്ടി വീണത് സ്റ്റേജ് കുലുങ്ങിയതുകൊണ്ടാണ് അവർ പറഞ്ഞത്. സ്റ്റേജ് ശരിക്കും കുലുങ്ങി ഇങ്ങനെ ഇളകി, അതുകൊണ്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി വീണു. അപ്പം ഇളകുന്ന സ്റ്റേജ് ഉണ്ടാക്കി വെച്ച് ഇത് ഞങ്ങളായിരുന്നോ ചെയ്യണ്ടേ? ഇങ്ങനെയുള്ള ഉത്തരമില്ല, അതായത് ആർക്കാനും വേണ്ടി പറയുന്ന കുറച്ച് ഉത്തരങ്ങളായിരുന്നു അന്ന് നമുക്ക് അവർ തന്നെ. എന്നിട്ട് ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ട് എന്ത് കാണിക്കാൻ? അപ്പീൽ എടുത്തിട്ട് എന്ത് കാണിക്കാൻ? ഈ അപ്പീൽ എന്ന് പറയുന്നത് നോക്കുന്ന ജഡ്ജസ് വീഡിയോ പരിശോധിച്ചിട്ടായിരിക്കും. വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എടുക്കുന്നത്. ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വീഡിയോയിൽ കാണുന്ന എന്താ പ്രോപ്പർട്ടി വീഴുന്നു, ജഡ്ജസ് എഴുതി വെച്ചിരിക്കുന്ന എന്തായിരിക്കും പ്രോപ്പർട്ടി വീണു. ഇവർക്ക് ഇത് നോക്കുമ്പം എന്താ തീരുമാനം? കറക്റ്റ് ആണ് ജഡ്ജിന്റെ വാല്യൂ, അതിലൊന്നും തെറ്റ് വരാനില്ല. അപ്പൊ അപ്പീൽ റിജക്റ്റഡ്. നമ്മൾ അപ്പീൽ കൊടുത്തിട്ടില്ല, പറയുന്നതാണ്. അപ്പൊ ഈ സംഘാടകരുടെ കാട്ടിക്കൂട്ടലിനാണ് ഈ കലോത്സവം നടത്തുന്നത്. നിങ്ങൾക്ക് കുറച്ച് പാട്ടിട്ട് രസിക്കാനാണ് ഈ കലോത്സവം നടത്തുന്നെങ്കിൽ അത് കലോത്സവം വേണ്ട മക്കളെ, വേറെ വല്ല പ്രോഗ്രാം അറേഞ്ച് ചെയ്യും. കാരണം അത്രത്തോളം റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഓരോ ടീമും അവിടെ വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ജഡ്ജസിന് കുറ്റം പറയാൻ വേറെ ഉണ്ട്, പക്ഷെ ജഡ്ജസിനൊന്നും ഇവിടെ ഒന്നും പറയുന്നില്ല. കാരണം അവർക്ക് കറക്റ്റായിട്ട് തോന്നിയ കാര്യത്തിനായിരിക്കും റിസൾട്ട് കിട്ടുക. പക്ഷെ നിങ്ങൾ ജഡ്ജസിന് നല്ല തീരുമാനം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാൻ കുട്ടികൾക്കുള്ള പോസിറ്റീവ് ഫീലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ചെയ്തിട്ടില്ല. അന്നത്തെ ദിവസം മറ്റുള്ള ഐറ്റത്തിന്റെ കാര്യം എനിക്കറിയില്ല. 21-ാം തീയതി, അതായത് 22-ാം തീയതി പുലർച്ചയോടുകൂടി നടക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഫോക്ക് ഗ്രൂപ്പിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൽ വീണ്ടും ഞാൻ പറയുന്നു, നല്ല ആൾക്കാർ കുറെ അതിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ 1, 2, 3 ആൾക്കാരെ പേരെടുത്ത് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അവരെ പേരറിയില്ല. കാരണം അവരാണ് കിടന്ന് അത്രയും ആ സ്റ്റേജിൽ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, സ്റ്റേജിൽ നിന്ന് തന്നെ അവസാനം ഭയങ്കര ഇറിറ്റേഷൻ ആയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് സമാധാനപ്പെടുക. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇത് മാനുവൽ പ്രകാരം നിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല സ്റ്റേജ് സെറ്റിങ്സ് 5 മിനിറ്റ് ആണ്. എന്നിട്ടും ഇപ്പം ഈ കിടന്നിട്ട് ഈ പറയുന്നത് കാണിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഫീൽ കിട്ടും? അപ്പൊ ഈ ടെൻഷനിലാണ് സത്യം പറഞ്ഞാൽ എന്റെ ടീം അവിടെ കളിക്കുന്നത് തന്നെ. പിന്നെ പ്രോപ്പർട്ടി കൊണ്ടുവച്ചപ്പം വീണു. ആ സ്ഥലത്തായിരുന്നു കംപ്ലീറ്റ് ലൈവിന്റെ മൈക്ക്, അതിന്റെ കംപ്ലീറ്റ് വയറുകൾ എല്ലാം, ഇതൊന്നും നമുക്ക് അവിടെ ക്ലിയർ ചെയ്ത് തന്നിട്ടില്ല. ഇനി ഞങ്ങൾ ലൈവും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ മറഞ്ഞു വീഴുന്ന സാധനം ഈ ലൈവ് പാടുന്ന ആൾക്കാരുടെ തലയിലേക്കും മേത്തേക്കാണെങ്കിൽ ആ പാട്ടേ അവിടെ നിന്ന് പോയേനെ. അപ്പോൾ അവർ പറയും, നിങ്ങൾ തുള്ളി കളിച്ചത് കൊണ്ട് സാധനങ്ങളെല്ലാം പാടുന്ന ആൾക്കാരെ മേത്തേക്ക് വീണു. ഇതൊക്കെയാണ് അവരുടെ ആൻസർ. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ചെയ്യുന്നേ? സത്യം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഒരു 3-4 യൂണിവേഴ്സിറ്റിക്ക് ഇപ്പം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ MGയിൽ നടന്ന ഇതുപോലെയുള്ള ഒരു ബിഹേവിയർ നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, എന്നാൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു, അതൊക്കെ അവരുടെ സെറ്റ് ചെയ്ത് വെച്ചു, അതൊക്കെ ഓക്കെ, ഗുഡ്, നല്ല കാര്യങ്ങൾ നല്ലത് തന്നെയാണ്. പക്ഷേ അതല്ലല്ലോ, കുട്ടികൾ കളിക്കാൻ നോക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രസൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് അവിടുത്തെ ഒരു സംഘാടകർ കൊടുക്കേണ്ട കാര്യം. ഇപ്പൊ സംസ്ഥാന സ്കൂൾ കലോത്സവം കുട്ടികൾ അത്രയും ക്ലിയർ ആണെങ്കിൽ മാത്രമേ ആ കേട്ടൻ തന്നെ പൊന്തിക്കുള്ളൂ. കാരണം എന്താ, ആ കുട്ടിയുടെ കഴിവ് വിലയിരുത്താനാണ് മുമ്പിലിരിക്കുന്നത്. ഇവരെ പ്രഷർ കൊടുത്തിട്ട് ആ കുട്ടിക്ക് മരികെ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ ഇതാർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ MG നടത്തിയ ആ അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആർക്ക് വേണ്ടിയിട്ടാണ് അവിടെ എന്താ ചെയ്തത്? നിങ്ങളൊന്ന് പറ. ഇനി ഇതിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പം കുട്ടികൾ പ്രോപ്പർട്ടി വെക്കുന്നതും ഇതാക്കുന്നതും അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ പറ്റിയതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. രണ്ടാമത്തെ കാര്യം, അവരെ മാനുവൽ ചെയ്തതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ അവർ ഈ സ്റ്റേജിൽ കടന്ന കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. കാരണം നമുക്ക് അന്നത്തെ ആ സമയത്ത് വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥയല്ല, അവർ നമ്മൾ എടുത്തിട്ടില്ല. പക്ഷേ അതിൽ 1, 2, 3 ആൾക്കാരുണ്ട് ഇത് ലീഡ് ചെയ്തത്. ആ കമ്മിറ്റി, സ്റ്റേജ് കമ്മിറ്റി ലീഡ് ചെയ്ത ആൾക്കാർ, അതിൽ 1, 2 ആൾക്കാരാണ് ഇത്രയും പ്രശ്നങ്ങൾ. അതായത് പറ്റില്ല, ഇപ്പൊ തന്നെ ഇറങ്ങണം, സമയം കഴിഞ്ഞു, സമയമായി ഇങ്ങനെ പറയുമ്പം അത് മത്സരിക്കാൻ നിൽക്കുന്ന കുട്ടികളെ ബാധിക്കുന്ന എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മത്സരം നടത്തരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് കറക്റ്റായിട്ട് ഒരു റൂള് എന്താണെന്നുള്ളത് നിങ്ങളെ മാനുവൽ അടിച്ച്, എന്തിനാ ലൈവ് ഈ റെക്കോർഡിക്ക് വരുമ്പോൾ മാർക്കിന് വാല്യൂ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തിനാ ഈ പറയുന്ന പ്രോപ്പർട്ടീസ്, ഇതൊക്കെ വേണ്ട, പെർഫോമൻസ് മാത്രം മതി. ഇങ്ങനെയുള്ളൊരു നിങ്ങൾ കറക്റ്റ് റൂള് കാണിക്കുക. എന്നാൽ പിന്നെ അതിനനുസരിച്ചല്ലേ എല്ലാ കോളേജസും വരുള്ളൂ. ഇത് ഇത്രയും ഫിനാൻഷ്യൽ മുടക്കി വരുമ്പം നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഇതാണെങ്കിൽ പിന്നെ എന്തിനാ മിസ്റ്റർ നിങ്ങൾ ഇങ്ങനെ കലോത്സവം നടത്താൻ നിൽക്കുന്നത്? അതുകൊണ്ട് MG കലോത്സവത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത് അട്ട ഫ്ലോപ്പ്. അപ്പൊ ദയവ് ചെയ്ത് സ്റ്റേജിൽ നിൽക്കുന്ന ആരാണെങ്കിലും ഇനി മനസ്സിലാക്കുക,
കുട്ടികളെ പോസിറ്റീവ് ഫീൽ കൊടുത്ത് അവർക്ക് ബെസ്റ്റ് അവർ ഓക്കെ ആണെന്ന് കണ്ടതിന് ശേഷം കേട്ടൺ എല്ലാം പൊന്തിക്കുക, കുട്ടികൾക്കുള്ള അവസരം നിങ്ങൾ നൽകുക. അല്ലെങ്കിൽ അവർ ടെൻഷൻ അടിച്ചിട്ട് അവർക്ക് മര്യാദയ്ക്ക് അവരുടെ പെർഫോമൻസ്, അത് എത്ര നാളത്തെ പ്രാക്ടീസിന്റെ പകുതി പോലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് അതിന്റെ എന്താ പറയുക പൂർണ്ണ ഉത്തരവാദിത്വം. ദയവ് നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യുക. ആര് പ്രോഗ്രാം നടത്തിയാലും, ഏത് ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ വന്നാലും സ്റ്റേജ് സംഘാടകർ അത് മനസ്സിലാക്കുക. അത് കോമ്പറ്റീഷൻ ആണെങ്കിലും അല്ലെങ്കിലും. കാരണം ഒരു പെർഫോമർ ആരാണോ ആർട്ടിസ്റ്റ്, അവർക്ക് അത്രയും മനസ്സറിഞ്ഞ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കംപ്ലീറ്റ് സ്പേസ് ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ ഒന്നാമത് നിലത്ത് വല്ലതും ഉണ്ടോ എന്നോർത്തുള്ള ടെൻഷൻസ് വരാം. രണ്ട്, ഇനിയിപ്പോൾ ഞങ്ങളുടെ പ്രോപ്പർട്ടി വീഴുമോ, ഇനിയിപ്പോൾ അങ്ങനെ പല ടെൻഷൻസും നമ്മൾ ആലോചിച്ച് നമ്മളെ മൈൻഡിൽ നിൽക്കും. മനസ്സിലായില്ലേ? കാരണം ഒരു സ്റ്റേജിലേക്ക് കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം ആ പ്രോപ്പർട്ടീസ് എല്ലാം വെച്ച് ഇങ്ങനെ ഓക്കെ ആണോ എന്നുള്ള കംഫർട്ട് സോൺ എല്ലാം നോക്കി അങ്ങനെ കംപ്ലീറ്റ് അവർ ഓക്കെ ആണ്, പെർഫോമൻസിന് റെഡിയാണ്. അതാണ് മത്സരത്തിന് ഉള്ള എല്ലാം കൊണ്ടും എന്താ പറയുക യോജിച്ചിട്ടുള്ള എന്താ പറയുക ഒരു റൂള്. അല്ലെങ്കിൽ അങ്ങനത്തെ റൂളേ വേണ്ടാന്ന് വെക്കണം. കാരണം കുട്ടികൾക്ക് കംഫർട്ട് അല്ലെങ്കിൽ, കാരണം അവരെ കോളേജിൽ നിന്നും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവെക്കുന്ന കുട്ടികൾക്ക് സ്റ്റേജിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെ. കാരണം അതൊന്ന് വെച്ച് എടുത്ത് നോക്കാനുള്ള സമയം പോലും അവരവിടെ ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് ആ പ്രോപ്പർട്ടി എവിടെ ഉള്ളത് വെച്ചത് പോലും അവർക്ക് അറിയാനുള്ള സമയം അവിടെ കിട്ടിയിട്ടില്ല. അതുപോലെയാണ് അന്ന് MGയിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ. അതായത് എല്ലാവരും ഞാൻ പറയുന്നില്ല. പിന്നെ ഇപ്പൊ പറയും ഇതിൽ പാർട്ടിനെയോ ഇവിടുത്തെ യൂണിയനോ, ഇത് ഇൻ പേഴ്സൺ ആണ്. അന്ന് അവിടെ സംസാരിച്ച ആൾക്കാരാരാണോ അവരെയാണ് ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇത് വീഡിയോ അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞവരാരാന്നുള്ള മനസ്സിലാവും. അപ്പൊ അവർക്ക് തിരിയാണെങ്കിൽ അവർ തിരിയട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ ആരും പറഞ്ഞില്ല എന്ന് നമുക്ക് തെളിവുമില്ല. ഇത് അവിടെ നടന്ന കളിച്ച കുട്ടികൾക്കും അന്ന് സ്റ്റേജിൽ ഉണ്ടായിരുന്നവർക്കും പുറത്തുനിന്ന് കാണുന്നവർക്കും മാത്രമേ ഇതെന്താന്നുള്ളത് അറിഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ആർക്കും അറിയില്ല. അപ്പൊ മത്സരം നടത്തുമ്പോൾ കുട്ടികളുടെ കംഫർട്ട് സോൺ എന്താണെങ്കിലും നിങ്ങൾ നോക്കുക. കാരണം അവര് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പെർഫോമൻസ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇത് മത്സരമാണ്. ജഡ്ജസിന് അറിയില്ല ബാക്കിൽ എന്താ നടന്നേന്നുള്ളത്. ഇതിപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം കുറേ പേരോട് ചോദിക്കുന്നുണ്ട് റിസൾട്ട് എന്തായി, എന്താ സംഭവിച്ചേ, എന്താ ഉണ്ടായേ, പ്രോപ്പർട്ടി ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല, ഇത്ര പ്രോപ്പർട്ടി വേണമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇതൊന്നും സത്യം പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി വെച്ച് ഇനിയും പ്രോപ്പർട്ടി അവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതിനുള്ള സ്പേസ് ഓൾറെഡി ആ സ്റ്റേജിൽ ഉണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ അവര് ആ ലൈവ് വെച്ച സാധനങ്ങൾ നമുക്ക് മാറ്റി തന്നിരുന്നെങ്കിൽ നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അവരത് ചെയ്തു തന്നില്ല. അതാണ് അന്ന് സംഭവിച്ച മെയിൻ കാര്യം. അപ്പം ഇതിൽ ഞാൻ ഇനി നമ്മുടെ പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യുന്ന വീഡിയോസും അവർക്ക് സ്റ്റേജിൽ വന്ന പ്രശ്നം ഞാൻ ഇതിൽ വെക്കാം. MGയുടെ യൂണിവേഴ്സിറ്റിയുടെ അവരാ ക്രൈറ്റീരിയ ഗ്രൂപ്പ് ഡാൻസിൻ്റെ എന്താണെന്നുള്ള അതും ഞാൻ വെക്കാം. നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആ സെറ്റ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മാർക്ക് ഇടുന്ന, അതങ്ങ് വേണ്ടാന്നങ്ങ് വെക്ക്. അത് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ തന്നെയാണ്, അതായത് നിങ്ങൾ ഒരുക്കിയ പ്രശ്നങ്ങളാണ് പെർഫോമൻസിന് കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്തെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.